ഹായ്, വളരെ കൂടുതലായിട്ട് പേഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു ഡൗട്ട്, ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. പലരും ധരിച്ചത് ഷുഗർ താൽക്കാലികമായി, ഡയബറ്റീസ് ഷുഗർ കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന ക്ഷീണം, അല്ലെങ്കിൽ ഒരു മൂത്രം ഒഴിക്കുന്നത് കൂടുതലുണ്ടാവുക, അല്ലെങ്കിൽ ദാഹം കൂടുതലുണ്ടാവുക, അങ്ങനെയുള്ള ആ സമയത്തുണ്ടാകുന്ന പ്രശ്നമാണ് ഡയബറ്റീസിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്നാണ് പല പേഷ്യൻസും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഷുഗറിനെ നമ്മൾ ഇത്ര കണിശമായിട്ട് കൃത്യമായിട്ടുള്ള കൺട്രോളിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് ഷുഗറിൻ്റെ ലോങ് ടേമിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ലോങ് ടേമിൽ ഷുഗർ നിലനിന്ന് കഴിഞ്ഞാൽ, കുറേ നാൾ അൺകൺട്രോൾഡായിട്ട് ഷുഗർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിനെ അത് ബാധിക്കും, നമ്മുടെ കിഡ്നിയെ ബാധിക്കും, അതുപോലെ കാലിൻ്റെ ഒക്കെ ചെറിയ ഞരമ്പിനെ ബാധിച്ച് ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇങ്ങനെ സങ്കീർണമായിട്ട് ചെറിയ ഞരമ്പുകളെ ബാധിച്ചിട്ട് അത് എൻഡ് ഓർഗൻ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇത് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. നമ്മൾ ഒരു 30-35 വയസ്സിലൊക്കെ ഷുഗർ വന്നു കഴിഞ്ഞാൽ അതൊരു 15 വർഷം 20 വർഷം ഒക്കെ അൺകൺട്രോൾഡായിട്ട്, ഈവൻ 10 വർഷം തന്നെ അൺകൺട്രോൾഡായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കൊണ്ട് ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് കണ്ണ് കാണാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മൂത്രത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ കാലിന് തെരിപ്പ് അനുഭവപ്പെടുക, മുറിവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മുള്ളോ മറ്റോ കാലിൽ തറച്ച് കഴിഞ്ഞാൽ അത് വേദന അറിയാതിരിക്കുക, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കാലിൽ പഴുപ്പ് വരിക, കാല് മുറിക്കേണ്ട അവസ്ഥ വരിക. ഇങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ലോങ് ടേമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിന് ഓരോ ദിവസവും ഷുഗർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത്, എന്തെങ്കിലും ക്ഷീണം അനുഭവിക്കുന്ന സമയത്ത് മാത്രം ഷുഗറിന് ഗുളിക കഴിക്കാതെ കൃത്യമായിട്ട് അത് കൺട്രോൾ ചെയ്ത് ഡോക്ടറെ കണ്ട് അത് കൃത്യമായിട്ടുള്ള അളവ് തന്നെ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ HbA1c ഒക്കെ മോണിറ്റർ ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള കൺട്രോളിൽ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ, ഡോക്ടറുടെ കൺട്രോളിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.